വെമ്പായത്തിനടുത്ത് പെരിങ്ങൂരിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം ഓഫ് ദ വേൾഡ് ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ ദീർഘവീക്ഷണത്തിൽ നിന്നും രൂപം കൊണ്ട ഈ സ്ഥാപനമാണ്. ബൈബിളിന്റെ ചരിത്രത്തിലൂടെ മാനവരാശിയുടെ സാംസ്കാരികവും സാങ്കേതികവുമായ വികാസത്തെ അടയാളപ്പെടുത്തുന്ന ഏഷ്യയിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു സ്വകാര്യ സംരംഭം. കേവലം ഒരു മതഗ്രന്ഥത്തിന്റെ പ്രദർശനത്തിനപ്പുറം അക്ഷരങ്ങളുടെ ജനനവും അച്ചടിയുടെ വിപ്ലവവും ലോകചരിത്രത്തെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്നതിൻ്റെ അടയാളങ്ങൾ ഈ മ്യൂസിയം സന്ദർശകർക്ക് നൽകുന്നു. ആ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ സമയമെടുത്ത് മാത്രം കണ്ടു തീർക്കാവുന്ന വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രധാന ആകർഷണങ്ങളിലൊന്ന് ലോകചരിത്രത്തെ മാറ്റിമറിച്ച യോഹന്നാൻ ഗുട്ടൻബർഗിന്റെ അച്ചടിയന്ത്രത്തിന്റെ കൃത്യമായ പുനരാവിഷ്കാരമാണ്. ആദ്യമായി ബൈബിൾ അച്ചടിച്ച ആ പഴയകാല സാങ്കേതിക വിദ്യ സന്ദർശകർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. കൂടാതെ അക്ഷരങ്ങളുടെ ഉത്ഭവവും ലിപികളുടെ വികാസവും വ്യക്തമാക്കുന്ന ചരിത്രരേഖകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ശേഖരിച്ച 300-ലധികം അപൂർവ ബൈബിളുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ അറിവിലേക്കുള്ള പ്രയാണത്തെ സൂചിപ്പിക്കുന്ന അറിവിന്റെ വൃക്ഷം, ഏദൻ തോട്ടം, ബാബേൽ ഗോപുരം, കല്ലുകളിൽ കൊത്തിയ 10 കൽപ്പനകൾ എന്നിവയുടെ അതിമനോഹരമായ മോഡലുകൾ ഒരുക്കി. യേശുക്രിസ്തുവിന്റെ ശവകുടീരം, ഗാഗുൽത്താമല, പുനരുത്ഥാനം എന്നിവയുടെ തിയേറ്റർ സ്റ്റൈൽ ദൃശ്യാവിഷ്കാരങ്ങൾ സന്ദർശകർക്ക് ഒരു പുത്തൻ അനുഭവമാണ് സമ്മാനിക്കുന്നത്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലോകപ്രശസ്തമായ ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിന്റെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പെയിന്റിംഗ് റീക്രിയേഷൻ ഈ മ്യൂസിയത്തിന്റെ വലിയൊരു കാഴ്ചയാണ്. ചരിത്രാന്വേഷികൾക്കായി 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സ്റ്റാമ്പുകളുടെ ശേഖരവും വിവിധ കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന നാണയങ്ങളും കറൻസികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബൈബിൾ കാലഘട്ടത്തിലെ നാണയങ്ങളുടെ മാതൃകകളും ഇതിൽ ഉൾപ്പെടുന്നു. ചരിത്രത്തിലും സാഹിത്യത്തിലും ഗവേഷണത്തിലും താല്പര്യമുള്ളവർക്കും കുടുംബത്തോടൊപ്പം അറിവ് പകരുന്ന ഒരു യാത്ര ആഗ്രഹിക്കുന്നവർക്കും തിരുവനന്തപുരത്ത് സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും മികച്ചതും വ്യത്യസ്തവുമായ ഒരിടമാണ് മ്യൂസിയം ഓഫ് ദ വേൾഡ്.